അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ ഒരല്പം താമസിച്ചു കേട്ടോ. എന്ത് ചെയ്യാനാ, തിരക്കോട് തിരക്കാണ്. നമുക്ക് ഉമ്മയുണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് കയ്യാളായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ ഉമ്മ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സദയം ക്ഷമിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും മീൻ ബജ്ജി കഴിച്ചിട്ടുണ്ടോ? ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ബജ്ജി പൊരിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്നും ഒരേതരം ഭക്ഷണം കഴിക്കാതെ നമുക്കിഷ്ടമുള്ള രൂപത്തിലൊക്കെ മാറ്റി പിടിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളിത് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ കൊഴുവ ഉണ്ടല്ലോ, നമ്മുടെ നെത്തോലി, ചൂട, ഇതൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഞണ്ട് പൊരിച്ച് കഴിച്ചിട്ടില്ലാത്തവർക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് രാവിലത്തേക്ക് ഇന്നലത്തെ ഇഡ്ഡലി മാവ് കുറച്ചുള്ളത് കൊണ്ട് ഇഡ്ഡലിയും ചമ്മന്തിയുമാക്കി, പിന്നെ പോരാങ്കിൽ കുറച്ച് പുട്ടിന് പൊടിയും കൂടെ നനച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സിയിലിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തപ്പോൾ നല്ല പഞ്ഞി പോലത്തെ പുട്ട് പുഴുങ്ങിയെടുക്കുക, തേങ്ങയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ഉമ്മക്കുട്ടി വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച. ായിട്ട് മുളക് റെഡിയാക്കാൻ തുടങ്ങിയപ്പോൾ നല്ല മഴ. ഞാനിത് പ്ലാൻ പറഞ്ഞപ്പോഴേ ഉമ്മ പറഞ്ഞു, ഇത്ത നോക്കിക്കോ, ഇവിടെ മുളക് റെഡിയാക്കാൻ ഒരുങ്ങുമോ അന്നേരം മഴ പെയ്യുമെന്ന്. കറക്റ്റായ കാര്യമാണ്. രാവിലെ പുള്ളിക്കാരത്തി ഞാൻ പറഞ്ഞ് നേരെ പറഞ്ഞു, ഇത്ത മുളകിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യം, പണ്ട് ഇതുപോലെ വീട്ടിൽ എപ്പോൾ തേങ്ങ പൊട്ടിച്ച് വെയിലത്ത് വെക്കുന്നു അന്ന് മഴയാ. മില്ലുകാരൻ പറയുവേ, നമ്മുടെ എംബ്ലമാണെന്ന് പറയും ഈ അഴുക്കായ തേങ്ങ. അപ്പം അതെ ഞണ്ട് കൊണ്ടു, നല്ല പച്ച ഞണ്ട്. എൻ്റെ ശാലുക്കുട്ടനില്ല, ശാലൂർ റുക്കുവാണ് ഇതിൻ്റെ ആളുകൾ. ശാലമ്മ പോയി. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. വെയിറ്റ് നമ്മൾ എപ്പോൾ ഞണ്ട് എടുത്താലും നല്ല എടുത്താൽ കനമുള്ള ഞണ്ട് വേണം എടുക്കാൻ കേട്ടോ. മാംസം കാണും, ഇതിന് അധികം കാണത്തില്ല. കാരണം ഇപ്പം ഈ പരിഞ്ഞില് ഇതിൻ്റെ മുട്ടയുടെ സമയമാകുമ്പോൾ ഇത് ക്ഷീണിക്കും. കണ്ടോ, ഇതിനൊന്നും അധികം വെയിറ്റ് കാണും. അല്ലാത്തതാ ഇവനൊക്കെ നല്ല കിടുക്കച്ചിയ. വലുതും ചെറുതും എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ശാലമ്മ ഇല്ല. ഇനി ശാലുക്കുട്ടൻ വന്നിട്ട് മേടിക്കാം. ഇല്ലയോടി ഇറക്കൂ, ശാലുക്കുട്ടൻ വന്നിട്ട് മേടിക്കാം നമുക്ക്. കണ്ട, പിന്നെ എന്താ കേര, ഇത് കേരയാണെന്ന് തോന്നില്ലേ അമ്മയമ്മേ? കേരയാ. അപ്പം കേരയും കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഞണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ആ, ഇന്നലത്തെ നമ്മുടെ മുക്കിപ്പൊരിക്കാൻ വേണ്ടി കുറച്ച് എന്താ പറയുന്നത്, സാമ്പാറും വെക്കാം അല്ലേ? സാമ്പാറും വെച്ച് നമ്മുടെ എന്താ പറയുന്നത്, ഇവനെ ഞണ്ടങ്ങ് റോസ്റ്റും ചെയ്യാം. ആ, കുറച്ച് വറുക്കാം, കുറച്ച് റോസ്റ്റും ചെയ്യാം. നമ്മുടെ ഉമ്മക്കുട്ടി രാവിലെ സാമ്പാറിൻ്റെ പരിപാടികളിലേക്കാണ്. കട്ടൻ ചായ കുടിച്ചായിരുന്നോ? എപ്പോൾ കുടിച്ചെന്ന് ചോദിച്ചാൽ മതി, പറയത്തില്ല. സാമ്പാറിനുള്ള സാധനമൊക്കെ റെഡിയായി. സാമ്പാർ രാവിലെ നമ്മുടെ ഉമ്മക്കുട്ടി രാവിലെ അരി അടുപ്പിലിട്ടു. നോക്കാൻ സൂപ്പർ സ്റ്റാർ ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഉമ്മ സാമ്പാർ ഉപ്പ് നോക്കാൻ കൊണ്ടുവന്നതാണ്. അടിപൊളി സൂപ്പർ സാമ്പാർ. ഉമ്മമോളെ നിന്റെ സാമ്പാർ സൂപ്പർ. ഇതിനെ കൊണ്ടുവന്നത് കാരണം പ്ലാവ് വെളുത്ത്. ഈ പ്രാവശ്യം ഉണ്ടാവുമോയെന്ന് സംശയമാണ്. നമ്മൾ ഇത് വെട്ടിക്കൊണ്ടിരിക്കുക. ഇല്ലയോമേ, എനിക്ക് തോന്നുന്നില്ലടി ഈ പ്രാവശ്യം ചക്ക പിടിക്കുമോ എന്നുള്ളത്. പിടിക്കുമോ? കാരണം മൊത്തം തൂപ്പ് കോതുവല്ലേ. ഇപ്പം കള പൊട്ടുന്ന സമയത്ത് ആരെങ്കിലും തൂപ്പ് കോതുവോ? നമ്മൾ റുക്കു പിന്നെ ഓൺലൈനായിട്ട് വരുത്തിയതാണേ. ഇവർ വരുന്നതിന് മുമ്പേ വന്നാൽ ഞാൻ ഇതുവരെ ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയില്ല. ഐബലിൻ്റെയാണ്. നമുക്കിതൊന്ന് നോക്കാം. സവാളയും ഇതേണ്ട ഞങ്ങളിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടൊന്ന് അരിഞ്ഞ് നോക്കാം. അപ്പോൾ വേണ്ട, ഇതാണ് സംഭവം. ആമസോണാന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിതൊന്ന് പൊട്ടിക്കാം. ഒരു അൺബോക്സിങ്ങും കൂടെ ആവുമല്ലോ. എല്ലാം ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇവരില്ലാതെ നമുക്കെന്ത് ആഘോഷം എന്ന് പറയുന്ന പോലെ ഈ പിള്ളേർ ഇല്ലാതെ നമ്മൾ ഇപ്പുറം കൂടെ ഉമ്മക്കുട്ടി ഇതിങ്ങോട്ടൊന്ന് വലിച്ച് തുറന്നേടി. ആ വേണ്ട, അത് വേണ്ട, തുറന്നു. ഇവിടെ ഉണ്ട് രണ്ട് സൈഡിലുണ്ട്.
യെസ്, നമ്മുടെ ഉമ്മമോൾ അരിയാൻ പോയതാണ്. ഞാൻ പറഞ്ഞു വേണ്ട, വേറെ ഉണ്ട്. ഞാൻ ഹൈലൈറ്റ് മാളിൽ നിന്ന് കോഴിക്കോട്ട് നിന്ന് വാങ്ങിച്ച വേറെ ഒരെണ്ണം ഉണ്ട്, അത് ഇപ്പോൾ ഉപയോഗിക്കുന്ന പോലും ഇല്ല. ഹൈബൽ നോക്കാം. ആഹാ, എടുത്തേ ഉമ്മേ, പുറത്തോട്ട് എടുക്കടാ. എടുത്തോ, കുഴപ്പമില്ല. ഓ, തീർന്നോ? ഇനിയുണ്ടോ? മച്ചിയാ കുട്ടി വേണ്ട, അൺബോക്സിങ് ചെയ്യുകയാണ് കുട്ടികളെ. അതിൻ്റെ മോട്ടറാണിത്. അപ്പം ഇത് അതിലോട്ട് വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. അടപ്പുമുണ്ട്. എന്താ, ഇതാണ് സംഭവം. ഇതിലൊരു ബ്ലേഡുണ്ട്. ഇതെല്ലാം ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇതെല്ലാം അങ്ങ് എടുത്ത് മാറ്റിയിട്ട് അതാ ഇത് മോട്ടറാ. ഇത് നോക്കാം നമുക്ക്. അതേടോ, ഇത് ഏറ്റവും അടുക്കി വെക്കുന്നതല്ലേ? ഉണ്ടാ, ഇതിങ്ങനെയാണ് സംഭവം. നമ്മൾ 1 2 3. ഉമ്മക്കുട്ടി കൊണ്ടുപോടേ, ഇങ്ങോട്ട് കൊണ്ടുപോവാ. നമുക്കിത് അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ലല്ലോ. പാടോ ഇവിടെ. ആദ്യം ഇതൊന്ന് കഴുകിയാൾ, ഇപ്പം ശരിയാക്കി തരാം. നമ്മളിതാ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഇത് വെച്ചു. അപ്പോൾ അതൊന്ന് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കുക അമ്മച്ചി. ഇനി ഇതിൻ്റെ എല്ലാം ഇത് ഊര്, പ്ലാസ്റ്റിക് ഊര്. പതുക്കെ അത് പതിയെ ഇതിൻ്റെ ഓരോന്ന് ഊരിഞ്ഞെടുക്കുക. നമ്മൾ സവാള ഒന്ന് ചുമ്മാ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുക. എന്താ സംഭവം എന്നൊന്ന് അറിയണമല്ലോ. പിള്ളേരില്ല, നമുക്കറിയാവുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാം ഇട്ടോ, നമുക്കെല്ലാം കൂടെ. ഞങ്ങൾ ഞണ്ടൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് പോവാണേ. ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എല്ലാം കൂടെ അങ്ങിട്ട് ഒന്ന് കിശ അടിക്കാൻ പോവാ. കിട്ടും, അരിഞ്ഞ ഇഞ്ചിയും കൂടെ വാരി കിട്ടും. അപ്പോൾ ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞോ? ഇതങ്ങ് അടച്ചു. ഇതൊന്ന് നന്നായിട്ട് മുറുക്കി അടച്ചല്ല. ഇനിതേ ഇവനെ നമ്മളെടുത്ത് ഈ മോട്ടർ ഇത് മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഇത് എവിടെയാ? വേണ്ട, സംഭവം സൂപ്പർ സ്റ്റാർ ആയിട്ട് അവിടെ ഇരിക്കുന്നു. നമ്മൾ അതിൻ്റെ വയറൊന്ന് കുത്തിക്കൊടുത്തു. ഇനി നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. വേണ്ട, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഓണാക്കിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അടിപൊളി, ഒറ്റ അടിക്ക് വേണ്ടത് മതി. പൊക്കിക്കോ, മുന്നിലടി ഞാൻ ഓഫാക്കി തരാം. എടുത്തോ, പതുക്കെ അങ്ങോട്ട് ചരിച്ചിട്. തത്തുപോയി അടപ്പെടുത്തു. ദേ നോക്കിക്കേ, ഒരൊറ്റ അടിക്ക് തന്നെ പാകത്തിന്. അടിപൊളി കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. കണ്ടോ, ഒന്നേ ദേ ഇതിലുണ്ട് 1 2. നമുക്ക് സ്പീഡ് കൂട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇതിലൊന്ന് പ്രസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. കണ്ടാ, അടിപൊളി. അപ്പം ഞാൻ ഞാൻ പിന്നെ ഇവിടെ പോയപ്പം ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇത് കുറേ ഞാൻ ഉപയോഗിച്ചതാണ് കേട്ടോ. ഇതിൽ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് കൈ സവോളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ടൊന്ന് കറക്കി കൊടുക്കണമെന്നുള്ളൂ. ഇതിൽ ഇത്തിരി വലിപ്പത്തിലും ചെറുതായിട്ടും ഒക്കെ എടുക്കാൻ പറ്റിയ 2 ഹോളുണ്ട്. ഇതിലിട്ടിട്ട് പതുക്കെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. പിന്നെ ഈ വലിക്കുന്ന സംഭവം, ഇതിന് പിടിയുണ്ട്, പിടിയൊക്കെ അപ്പുറത്തിരിക്കുന്നത്. ഈ പിടി വെച്ചിട്ട് ഇത് തുറന്ന് നമുക്ക് എടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതും കണ്ട അടിപൊളിയായിട്ടില്ല. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റാം. നമ്മുടെ പാനിലേക്ക് തട്ടിയിട്ടാൽ മതി. ആ പാത്രം അങ്ങനെ നമുക്ക് എടുത്തുണ്ട്. കേക്കിൻ്റെയൊക്കെ ഇത് ഒരു പിള്ളേർ കൊണ്ടുവന്നത് ഇരിപ്പുണ്ട്. ഇതേമാതിരി നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറാക്കത്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഈ പാത്രം എടുത്ത് നമുക്ക് കൈകാര്യം ചെയ്യാം. കണ്ട അടിപൊളി ഇല്ലയോ? ഇനി ബേസിനൊന്ന് കാണിച്ചു. ആ ബേസിന് കണ്ടോ? അയ്യോ, ഇനി ചിക്കനും ഒക്കെ നമുക്ക് എളുപ്പം കാര്യം നടക്കും.
കൈ എപ്പോഴും സൂക്ഷിച്ചോണ്ട്. ഇത് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ കൈ മുറിഞ്ഞിട്ട് കുറേ താമസിച്ചതുണ്ട്. ഇതിൻ്റെ ബ്ലേഡ് കണ്ടോ, ഭയങ്കരമായിട്ട് മുറിഞ്ഞായിരുന്നു കേട്ടോ. നല്ല ബ്ലേഡ്, നല്ല ഇതാണ്. ഉണ്ട്. ഇതിന് 3 ബ്ലേഡ് ഉണ്ട്, ഇതിന് 4 ബ്ലേഡ് ഉണ്ട്. ഉണ്ടോ? പിന്നെ ഈ വലിക്കുന്നതുണ്ട് കേട്ടോ. വലിക്കുന്നത് 2 എണ്ണം ഇവിടെ പിള്ളേർ മേടിച്ച് തന്നു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നിനും സമയം, ഇത് നമ്മൾ മാത്രമാകുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം ഇവരൊക്കെ വരുമ്പോഴല്ലേ നമ്മളിതൊക്കെ എടുക്കുന്നത്. എന്നാലും കാണുമ്പോൾ അങ്ങ് മേടിച്ച് പോകുമെന്ന്. എനിക്ക് ഇതിൻ്റെ മോട്ടറും പിടിയുമാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. കണ്ടോ, കണ്ടോ, എല്ലാം 6 മാസത്തെ എക്സ്ട്രാ വാറൻറ്റി ഒക്കെ ഉണ്ട്. ഐബലിൻ്റെ ആണേ. കൊള്ളാം കേട്ടോ, സൂപ്പർ സാധനമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തരാം. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, നല്ല സൂപ്പറായിട്ട് ഇതായിട്ട് വന്നിട്ടില്ലേ? ഇത് നോക്കി, കണ്ട, ഒരൊറ്റ അടി ഒന്ന് മണ്ണിലിട്ടിട്ട് ഒന്ന് തിരിച്ചതേ ഉള്ളൂ. നല്ലതാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഉമ്മയ്ക്കാണേ അതിലും ഇഷ്ടപ്പെട്ട്. നമ്മുടെ ഉമ്മക്കുട്ടി പറയുമോ, അയ്യോ നമ്മൾ മിനിയാന്ന് കോഴിയൊക്കെ കുറേ ഉണ്ടായിരുന്നല്ലോ അന്നില്ലയോ, അന്ന് ഒത്തിരി സവോള ഉമ്മയ്ക്ക് ഉരിക്കേണ്ടി വന്ന് അരിയേണ്ടിയും വന്നു. അങ്ങനെ ഞങ്ങൾ ഇതൊന്ന് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളൊരു പരീക്ഷണം നടത്തിയതാണ്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് പിന്നെ പൊരിക്കാനങ്ങ് മസാല പുരട്ടി വെച്ച് കേട്ടോ. ഇച്ചിരി കോൺഫ്ലോറും പിന്നെ കുരുമുളക് പൊടിയും പെരിഞ്ജീരകവും എല്ലാം ചേർത്ത് നല്ല അടിപൊളിയായിട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഞണ്ട് റോസ്റ്റിനുള്ളതാണ്. നമ്മുടെ ഉമയമ്മ കണ്ട പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളകും കൂടി ഇടണേ. എല്ലാം കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ടു. പച്ചമുളകും കൂടി ഇട്ടാൽ മതി. അത് ഓർത്തില്ലടാ, എനിക്ക് സാരമില്ല. എന്താ നമ്മുടെ ഉമ്മക്കുട്ടി വേണ്ട ഞണ്ട് റോസ്റ്റിനുള്ള ഒരുക്കത്തിലാണ്. മഹിളാമണി ഇന്ന് നല്ല കാലക്കം മാക്സിയൊക്കെ ഇട്ട് നോക്കിക്കേ, കൊച്ചു പെണ്ണായിട്ട് നിൽക്കുന്നു. തിളങ്ങി തിളക്കം കൂടുതൽ. നമ്മുടെ ഉമ്മയമ്മ ഇതെല്ലാം മസാലകളൊക്കെ എടുക്കുക. ഉപ്പിട്ടായിരുന്നു. ശാലുക്കുട്ടൻ പോയപ്പോൾ അനക്കമില്ല കേട്ടോ, വീട് ഉറങ്ങി. സത്യം പറഞ്ഞാല് ഇന്നലെ അതല്ലയോ സുലൂന് രാത്രിയായപ്പോൾ ഭ്രാന്തെടുക്കുന്നു പറയോ. വീട്ടിലാവിയില്ല, അനക്കവും ഇല്ല. ഇവളിപ്പോൾ 1 മാസം കൊണ്ട് സൗദിയിലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഈ പിള്ളേരും ഇവളുമായിട്ടങ്ങ് നല്ല. അല്ലേലും പിന്നെ 2 പേരും അതുപോലെ മരിക്കും. ആങ്ങളയ്ക്ക് പെങ്ങളും പെങ്ങൾക്ക് ആങ്ങളെയും. പിന്നെ ഇന്നലെ രാത്രി പറയോ, ഇവിടെ ഇരുന്നിട്ട് തലയ്ക്ക് ഭ്രാന്തെടുക്കും, നമുക്ക് പുറത്ത് പോകാം. ആ രാത്രി ഞങ്ങൾ ഓടി വലിയേരമ്പുഴ പോയി പപ്പ പഠിച്ച സ്കൂൾ പാതിരാത്രിക്ക്. അവിടെ ചെന്നപ്പോൾ കുറച്ച് ആമ്പിള്ളേരവിടെ ഉണ്ട്. അവന്മാർ വല എടുത്തുകൊണ്ട് വന്ന് അവരുടെ വീട്ടിൽ പോയി വല എടുത്തുകൊണ്ട് വന്നിട്ട് വീശി തന്ന്. മീനൊക്കെ വീശി സുനിയുടെ വീട്ടിൽ പോയി കപ്പയൊക്കെ പുഴുങ്ങി ഞങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചു. എല്ലാവരെയും വിളിച്ചു. പച്ചക്ക് എല്ലാവരും കുറേ കൊണ്ടുപോയി. അടിപൊളിയായിരുന്നു. ഇന്നലെ രാത്രി പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ 2 മണി കഴിഞ്ഞ് രാത്രിയിലെല്ലാം കൂടെ തിരികെ വന്നപ്പോൾ കുരുമുളക് പൊടി വേണ്ട. കുരുമുളക് പൊടി, പെരിഞ്ജീരകം ഏറെ ഇടണം. നമ്മുടെ പിന്നെ ഞണ്ട് കൊഞ്ച് ഈ സംഭവങ്ങൾക്ക് കുരുമുളക് പൊടി ഏറെയും പെരിഞ്ജീരകം കുറച്ചുമാണ് ചേർക്കേണ്ടത്. മതി. ഓക്കെ. പെരിഞ്ജീരകപ്പൊടി എന്നാ പെരിഞ്ജീരകപ്പൊടി ഇതിൽ പൊടിച്ചു വെച്ചിട്ടുണ്ടോ. എത്രയും വേണം? ഞാനിടട്ടെ. കുറച്ചല്ല, നല്ല ടേസ്റ്റാണ്. അതങ്ങോട്ട് ഉണ്ടാ. നമ്മൾ കുറച്ച് പിന്നെ വയമ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉമ്മക്കുട്ടി രാവിലെ അതെല്ലാം അതിൻ്റെ കപ്പ വേവിച്ചതാടാ. പിന്നെ വേണ്ട കണ്ടോ, കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ടു, കുറച്ച് കുരുമുളക് പൊടി, സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇത് കടലമാവ് ചേർത്തിട്ട് മുക്കി പൊരിച്ചെടുക്കാൻ പോവാണ്. എണ്ണക്കകത്തിട്ട് പൊരിച്ച് കോരി ഉപ്പേരി കോരി എടുക്കുന്ന പോലെ എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഞണ്ട് ഇവിടെ കട്ട് ചെയ്തോടാ. കട്ട് ചെയ്തു. അപ്പോൾ വേണ്ട കുറച്ച് പൊരിക്കാനും ഒക്കെ കുറച്ച് കുരുമുളകും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിൻ്റെ വേറെ ഒരെണ്ണം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നത് ഇതുവരെ ഉപയോഗിച്ചില്ല. ഇതങ്ങ് കേടാവുമ്പോൾ എടുക്കാമെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ എല്ലാം കൂടെ എടുത്തിട്ട് ഇതാക്കുന്ന ഇഷ്ടമല്ല. ബ്ലാക്ക് ഡക്കറിൻ്റെ ആയിരിക്കും. എന്താ ഇത് കോഫി ബീൻസ് ഒക്കെ പൊടിക്കുന്ന ഇതാണ് കേട്ടോ. ബ്ലാക്ക് ഡക്കറിൻ്റെ ആണേ.
ഉള്ളി വരണ്ടല്ലേ? ഓക്കേടാ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടു. നമ്മുടെ ഉമ്മമോള് വേണ്ട മസാലപ്പൊടികളെല്ലാം അങ്ങോട്ട് തട്ടി, പെരിഞ്ചീരകപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം ഫിഷ് മസാല കൂടി ഞങ്ങൾ ചേർക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ്. അപ്പോൾ അതാ എല്ലാം റെഡിയാക്കിയിട്ട് ഇനി ഞങ്ങൾ തക്കാളി ഇടണ്ടായടാ, എടുത്തിട്ടുണ്ട് അതിനകത്തുണ്ടല്ലോ. ഒരു തക്കാളി കൂടി അങ്ങോട്ട് മുറിച്ചിട്ടിട്ട് ഞങ്ങൾ കുറച്ച് ഇതേണ്ടടാ പിച്ചാത്തി കൊണ്ടിരിക്കുന്നു. ഇതേണ്ട കണ്ടോ, കുറച്ച് കുരുമുളക് പൊടി, ഇനി ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഫിഷ് മസാലയും കറിവേപ്പിലയുടെ അന്തകനായിട്ട് ഞാൻ വന്നത്, അന്തകനായിട്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇച്ചിരി കടലമാവ് അങ്ങോട്ട് കലക്കിയിട്ട് ഇത് ഓരോന്നും എടുത്ത് അതിലോട്ട് മുക്കി 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 അങ്ങോട്ട് പൊരിക്കും. ഞങ്ങൾ പൊരിക്കും. എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. ചക്കല ഉപ്പും കൊടുത്തു. നമ്മുടെ മുക്കുട്ടി വേണ്ട ഞണ്ട് കുട്ടിയെ അങ്ങോട്ട് തട്ടാൻ പോവുകയാണ്. ഞണ്ട് അവനെ അതിലേക്ക് തട്ടിയിട്ട് ഞണ്ട് ഞണ്ടായി. അതെ, ഞണ്ട് റോസ്റ്റായി. ഇച്ചിരി വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് റെഡിയാക്കി വേവിക്കട്ടെ. അതെ, ഞാൻ നമ്മുടെ ആ വയമ്പെന്നല്ല, നമുക്ക് ചെറിയ കൊഴുവ, ഈ പിന്നെ ചൂടയില്ലേ, നെത്തോലിയും ചൂടയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ്ട ഞാൻ അതിന് മസാല കൂട്ടുകയാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഫിഷ് മസാല, ചതച്ച മുളക്, മഞ്ഞൾ, പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. മിക്സ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കടലമാവ് എടുത്തിട്ട് കലക്കി അങ്ങോട്ട് വെച്ചിട്ട് ഇവനെ അതിലേക്ക് വാരിയിട്ട് എണ്ണയ്ക്കകത്തോട്ടിട്ട് മൊരിച്ച് കോരിയെടുക്കും. ഇത് നമുക്ക് നമ്മുടെ എല്ലാ ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാ മീനിനും നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. കണ്ട, ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി അങ്ങോട്ട് ചേർത്തു. ഓ, അതല്ലടാ, ഒരു പ്ലാസ്റ്റിക് കവറിൽ. അയ്യോ, ഞാനത് ശ്രദ്ധിച്ചില്ല. കണ്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിട്ടു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുവാണ്. ഇതൊന്ന് പിടിക്കട്ടെ. നമ്മുടെ ഞണ്ട് തണ്ട അടുപ്പിലായി തിളച്ചുകൊണ്ടിരിക്കുന്നു. തിളച്ചൊന്ന് വറ്റി വരട്ടെ. റോസ്റ്റാണ്, ഞണ്ട് റോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതും പൊരിക്കാം. പിന്നെ ഞാനിതെല്ലാം മസാല പുരട്ടി വെച്ചിരിക്കുകയാണേ. പിന്നെ ഇനി ഇത് നമ്മൾ പൊരിച്ച് എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കാം. ഇത് രണ്ടും പിന്നീട് ഞണ്ട് വയമ്പ്, പരലല്ല, ഇത് വയമ്പെന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ആറ്റിൽ ഇഷ്ടം പോലെയുണ്ട്. നാളെ രാവിലത്തേക്കുള്ള ഇഡലിക്കുള്ള പച്ചരിയും ഉഴുന്നും ഉലുവയും കൂടെ കഴുകി അതും വെള്ളത്തിലിട്ടു. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. കടുകല്ല, ഉലുവയും കടുവയും, ഉലുവയും ഉഴുന്നും. ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കട്ടെ. നമ്മുടെ ഉമയമ്മയുടെ അടിപൊളി സാമ്പാറാണ് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം ഉമ വെക്കുന്ന സാമ്പാർ. അപ്പോൾ അതുകൊണ്ട് നാളെ എന്നാൽ ഇഡ്ഡലിയാക്കാന്ന് വെക്കുക. അപ്പം ഇവരിവിടെ സമാധാനമായിട്ടിരിക്കട്ടെ. ഒരു പാത്രം കൂടെ വെച്ചിട്ട് അടച്ചാൽ ഇവിടെ സ്വസ്ഥതയായിട്ട് ഇവരവിടെ ഇരുന്ന് കുതിരട്ടെ. ഈ ചെറിയ മീൻ നമ്മുടെ പിന്നെ ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം കുരുമുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം, എരിവിന് വേണ്ടിയിട്ട് കേട്ടോ.
നമ്മൾ ഓൾറെഡി നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുള്ളതാണ്. എന്നാലും ഒരു 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 എരിവിനും ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലി കൂടി ഇട്ടു. ഇനി നമ്മളത് ഇച്ചിരി ഉപ്പ് നമ്മൾ ഇത് മീനി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരല്പം മാവിന് വേണ്ടി മാവ് കലക്കുമ്പോൾ അതിനൊരു ഉപ്പ് വേണമല്ലോ. എന്നിട്ട് ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ ഒരു നമ്മൾ ബജ്ജിക്കൊക്കെ റെഡിയാക്കത്തില്ലേ അതേമാതിരി ഒന്ന് ഒരു കുഴമ്പ് പോലുള്ള, അതായത് കേക്ക് ബാറ്റർ പോലെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കട്ടെ. ഞണ്ട് റോസ്റ്റ് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് ഒരല്പം ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരല്പം പെരുംജീരകപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇറക്കുന്ന സമയമാകുമ്പോൾ ഇച്ചിരി കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടി ഇടുന്നത്. ഇച്ചിരി കുരുമുളക് പൊടി എടുക്കടാ. കുരുമുളക് ഇട്ട് കേട്ടോ. എന്താ ചാറ് കുറുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നമ്മുടെ അടിപൊളി സാമ്പാർ, നമ്മുടെ ഉമ്മക്കുട്ടി വെച്ച സാമ്പാറാണ് കേട്ടോ. സാമ്പാർ വരാൽ കറി വെച്ചത് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേറെ ഞങ്ങൾ ആ കേര അങ്ങ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. ഒത്തിരി കറി ഇരിപ്പുണ്ട്. ഇത് ഉണ്ട്. പിന്നെ നമ്മുടെ ഞണ്ട് പൊരിക്കുന്നുണ്ട്. നമ്മുടെ മീൻ, ചെറിയ മീൻ പൊരിച്ചെടുക്കുന്നുണ്ട്. മതി ധാരാളം. മോരുണ്ട്, മോര് കറി. ചിക്കുട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാങ്ങായും മുളകും കൂടെ ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ രാത്രി ഇതേടെ പോനെ ഏതോണ്ട മേളിൽ ഇന്നലെ രാത്രി തുടങ്ങിയതാണ് അവന് മാങ്ങാ പൊടി പൊടി. ഞാൻ പറഞ്ഞ മോനെ രാത്രിയാണ് എൻ്റെ പൊന്നിന് വയറ് നോവത്തില്ലേ, ഇപ്പം വേണ്ട പറഞ്ഞിട്ട് കേൾക്കത്തില്ല. ഇന്ന് രാവിലെ വന്ന് എന്നെ ചട്ടം കിട്ടി. അപ്പം എനിക്ക് ഉമ്മയ്ക്കും ജോലിയല്ലേ. അപ്പോൾ അത് കാരണം ഇല്ല, സുലൂൻ റുക്കും കൂടി അക്ഷയായിലോ എന്തൊക്കെയോ കാര്യത്തിന് പോയിരിക്കുന്നു. അവരുടെ ആധാറിൻ്റെ കാര്യത്തിനൊക്കെ പോയിരിക്കുന്നു. ശാലുക്കുട്ടൻ ചങ്ങനാശ്ശേരിലും പോയി. അപ്പോൾ ഇവിടെ ആരും ഇല്ല. മതി. അവന് പിന്നെ എരിവൊക്കെ ഒരു കുഴപ്പവുമില്ല. അതാണ് ഉപ്പും വെളിച്ചെണ്ണയും പിന്നെ മുളകും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഉമ്മക്കുട്ടി അരിഞ്ഞ് റെഡിയാക്കി ഇപ്പോൾ ഇത് തിന്ന് തീർക്കും. ഭയങ്കര ഇഷ്ടമാണ് അവന്. ഇന്നലെ എന്നോട് പറയുന്നേ, ഉമ്മി ഒരു തുണിക്കകത്തിട്ടൊന്ന് അടിച്ച് ഒന്ന് റെഡിയാക്കി തരണേ ഉമ്മി. ഒരു തുണി എടുത്തിട്ട് എന്നോട് പറയാം, ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഉമ്മി അതൊന്ന് അടിച്ച് റെഡിയാക്കി ചുരുപ്പും ഒക്കെ ഒഴിച്ച് റെഡിയാക്കി തന്നെ തരാം. ഉണ്ടടേ ഇന്നലെ രാത്രി എനിക്ക് സ്വസ്ഥത തന്നില്ല. അമ്മി പറഞ്ഞില്ലേ രാവിലെ ആട്ടെ എന്തു പിന്നെ ഒന്നുമില്ല. എല്ലാം നോക്കി അടിപൊളിയായിട്ടാ വേണ്ടതാ. എൻ്റെ അരുമേ ഇതിൻ്റെ സൗണ്ട് ഇച്ചിരി കുറവാ. അപ്പം ഉറങ്ങുന്ന കണ്ടില്ലേ പിന്നെ നീറ് ഇല്ല. അതേ ഇന്നലെ വെളിയിലിരുന്ന് കളിച്ച് എന്തോ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു നീറ് പാത്രത്തിൽ വന്നു. അപ്പോൾ മോനെ സൗണ്ട് കുറയടാ കണ്ണാ. ചക്കരെ എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇന്നലെ കടന്ന് വഴക്കിട്ടില്ലേ, അമ്മി പറഞ്ഞില്ലേ എൻ്റെ പൊന്നിന് രാവിലെ ഉണ്ടാക്കി തരാം, ഉമ്മക്കുട്ടി വരട്ടെ എന്ന് പറയും. രാത്രി നമ്മൾ കഴിക്കരുത് ഇതൊന്നും. നമ്മുടെ ദഹനത്തെ കേട്ടോ, മാങ്ങയുടെ തൊലിയും ഒക്കെ ആവുമ്പം ദഹനം നടക്കത്തില്ല. അങ്ങനെ നമുക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. കൊള്ളാവോടാ? ഇത് തിന്നാൽ ചോറ് കഴിക്കത്തില്ല. ഞണ്ട് കറിയൊക്കെ, ഞണ്ട് റോസ്റ്റ് ചെയ്ത് നമ്മുടെ ഞണ്ടങ്ങ് വറക്കാം. നല്ല ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മസാലക്കൂട്ടാണ് അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞണ്ട് വറുത്ത് കഴിച്ചിട്ടില്ലാത്തവരെ ഒന്ന് കഴിച്ച് നോക്കൂ. സൂപ്പർ സ്റ്റാറാണ്. ഞങ്ങളിവിടെ എപ്പം ഞണ്ട് വാങ്ങിച്ചാലും എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ചെടുത്ത് ഞങ്ങളിങ്ങനെ അങ്ങ് വറുക്കും. ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട് ഇത് കേട്ടോ. ഗൾഫിലേക്ക് ഇങ്ങനെ വറുത്ത് പാക്ക് ചെയ്ത് ഇഷ്ടം പോലെ പിള്ളേർക്ക് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ല കറുമുറായിരിക്കും. ഇത് ഇങ്ങനെ വറുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊന്നും ഇതിൽ വേസ്റ്റ് കളയാൻ കാണത്തില്ല സത്യം പറഞ്ഞാൽ. ചെറിയ ഞണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ശാലു വന്നിട്ട് മേടിക്കണം. അയ്യോ അവളില്ല, അവളാണ് ഇതിൻ്റെയൊക്കെ കൊതിച്ച്. റുക്കും ശാലുവാണ് ഈ ഞണ്ടിൻ്റെയൊക്കെ ആശാട്ടികൾ. സുലു ആറ്റുമീൻ്റെ ആളാണ്.
രണ്ടായിട്ടിടാം. അത് നടക്കും, എല്ലാം കൂടെ പറ്റത്തില്ല. നമുക്കതാ എൻ്റെ ശാലക്കൂട്ടം വന്നിട്ട് മേടിക്കണം. ശനിയാഴ്ച വരുമോള്. നമ്മുടെ ഞണ്ട് ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരമ്മയുടെ ഫോണാന്നോ അടിക്കുന്നേ? നമ്മളിതാ ഞണ്ട് വറുത്തയാ എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുവാണ്. ഇതൊന്ന് നന്നായിട്ട് മുങ്ങിക്കിടന്ന് പൊരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെറിയ മീൻ ഞാൻ കുറേശ്ശെ ഈ നമ്മുടെ എന്താ പറയുക കടലമാവിലേക്കൊന്ന് കോരിയിട്ടൊന്ന് ഇളക്കി ആ മാവോട് കൂടി ഇങ്ങോട്ട് കോരി ഒഴിക്കാൻ പോവുക കേട്ടോ. ഓരോന്നെടുത്ത് മുക്കി പൊരിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് വലിപ്പമുള്ളതല്ലല്ലോ, നമുക്ക് അങ്ങനെ പൊരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ കുറേശ്ശെ ഇങ്ങനെ കോരിയിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് മാത്രം പൊരിച്ചെടുക്കുക. ഈ കുറച്ചിടട്ടെ, കരിഞ്ഞു പോകാതിരിക്കുമല്ലോ. ഇതാ ഇനി അങ്ങോട്ട് എടുക്കുക, കുറേശ്ശെ ഇടുക. വേണം. അപ്പോൾ നമ്മുടെ കടലമാവിൽ മുക്കി പൊരിച്ച മീൻ അടിപൊളിയായിരിക്കും. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഈ മീൻ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കടലിലെ എന്താ പറയുന്നത് ചൂട, നെത്തോലി ഇങ്ങനെയൊക്കെയുള്ള മീനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യണം. വട്ടിനിരിക്കുകയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചൂടോടെ പിന്നീടായാലും നമുക്ക് പൊരിച്ചെടുക്കാം. എല്ലാം കൂടെ വാരി ഇടുന്നില്ല കണ്ട. ഒരു ചട്ടി നിറച്ചിട്ടു, അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എടാണ്ട് അപ്പം പോലെ വരുന്നുണ്ട് കണ്ടോ. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നുകിൽ ഒന്നിച്ച് മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ തിരിച്ചിടാം. അതല്ല എങ്കിൽ ഇതേ കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ പതിയെ ക്ഷമയോടെ ചെയ്യേണ്ട പണിയാണിത്. നന്നായിട്ട് മൊരിച്ച് എടുക്കാം. നമുക്കിത് ഇച്ചിരി കൂടെ വലിപ്പമുള്ളതാണെങ്കിൽ നമുക്ക് ഒറ്റയായിട്ട് വാരിയിടാം, പക്ഷേ മുക്കി പൊരിച്ചെടുക്കാം. പക്ഷേ നമുക്കിപ്പോൾ ഇതങ്ങനെ പറ്റില്ല, ചെറിയതല്ലേ, തീരെ ചെറുതല്ലേ, അതുകൊണ്ട് ബജ്ജി പൊരിച്ച് കോരുന്നത് പോലെ കോരി എടുത്ത് കറുമുറ കഴിക്കുക. ഇതൊക്കെ ചൂടോടെ തിന്നണം. ഈ പിള്ളേർ പുറത്ത് പോയിട്ട് വന്നിട്ടില്ല, ഞാൻ എന്നാലും അങ്ങ് പൊരിക്കും. അവർ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇത് പൊരിച്ച് തീരുമ്പോഴത്തേക്ക് പിള്ളേർ എത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ഇതൊന്നും എടുക്കാൻ എൻ്റെ മോളില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ എന്നുവെച്ചാ സത്യം പറഞ്ഞാൽ എൻ്റെ മോളിതൊന്നും കഴിക്കാനില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട് കേട്ടോ. അവൾ ചങ്ങനാശ്ശേരിക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഈ കിടന്ന് ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതിയാവും ഓർത്തിട്ട് വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കുന്നത് പോലെ എല്ലാവരും അങ്ങനെയൊന്നും അല്ലല്ലോ, എല്ലാവരെ കൊണ്ടും അങ്ങനെ പറ്റുന്ന കാര്യവും അല്ലല്ലോ. ഇവിടെ ഒരു മീൻ കൊണ്ടുവന്നാലും നമ്മുടെ റുക്കുമോൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നുള്ള ഒരു ചിന്തയാണ് അല്ലേ. അവൾ മട്ടൻ കഴിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവൾക്ക് വേണ്ടി ചിക്കൻ മേടിക്കും. ഒരു മീൻ വാങ്ങിക്കൊണ്ട് വന്നാലും റുക്കുവിന് ഇഷ്ടമുള്ള അവൾക്ക് പൊരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവൾക്ക് ഇഷ്ടമുള്ള മീനായിരിക്കും മിക്കപ്പോഴും ഇവിടെ മേടിക്കുന്നത്. അങ്ങനെ ഒരു പരിഗണന നമ്മുടെ വീട്ടിൽ വന്നു കയറിയ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലൊന്നും ഞാനും ജീവിച്ചതല്ലേ, ഇതൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല.
അപ്പം നമ്മുടെ മീൻ ബജ്ജി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനങ്ങ് കോരി എടുക്കുകയാണ് കേട്ടോ. നല്ല ഇതാ ഇച്ചിരി എടുത്ത് കഴിച്ച് നോക്കി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കരിമുരാന്നിരിക്കുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കാം കേട്ടോ. നമ്മുടെ എന്താ പറയുന്നത്, മുളക് ബജ്ജി മാത്രമല്ല മീൻ ബജ്ജിയും നമുക്ക് ഉണ്ടാക്കാം. ചെറിയ മീൻ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല എരിവുണ്ടോ ഉമേ? ഉണ്ടോ? കുരുമുളകൊക്കെ ഏറെ ഇട്ട്, കുരുമുളക് ക്രഷ് ഡീലിയൊക്കെ ഇട്ട്. ഇവരൊക്കെ എരിവിൻ്റെ ആളുകളാണ്. ആണോ? വന്നെങ്കിൽ ഉപകാരം, എല്ലാവരും വന്ന് ചൂടോടെ കഴിച്ചാൽ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ ഈ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നേരം ആ ചൂടോടെ കഴിക്കണം. തണുത്താറി എന്തിനു കൊള്ളാം, അത് പറഞ്ഞാൽ ഈ മക്കൾക്കൊന്നും മനസ്സിലാകത്തില്ല. എനിക്ക് ചൂടോടെ കഴിക്കണമുള്ള കാര്യം പറയാമല്ലോ. നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് കാത്തിരിക്കരുത്, നമ്മൾ ഫുഡിന് വേണ്ടി കാത്തിരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. കണ്ട ഇനി ബാക്കി ദേ ഇരിക്കുക കുറേ. ഇനി പിള്ളേർ വന്നില്ല, അവർ വന്നിട്ട് അങ്ങ് പൊരിക്കും. ഇപ്പോൾ പപ്പാക്ക് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവെക്കട്ടെ. നല്ലതേ നോക്കിക്കേ, ഞാൻ ചവച്ച് കാണിക്കാം. കർമുറു ഉണ്ടോ? അടിപൊളി ബജി. അതെ, ചോറില്ലേലും ചുമ്മാ നമുക്ക് കുറിക്കാം. അടിപൊളി. ഇന്നെൻ്റെ സുലുക്കൂട്ടം ശരിക്കും കഴിക്കും. അപ്പോൾ നമ്മുടെ ഞണ്ട് പൊരിച്ചത്, മീൻ ബജ്ജി. എൻ്റെ പൊന്നാച്ചിക്കുട്ട, ഒന്ന് സൗണ്ട് കുറച്ച് വെക്കും മക്കളെ. നിനക്ക് മാത്രം കേട്ടാ പോരേടാ, കഷ്ടപ്പാടാ. നമ്മുടെ ഉമ്മക്കുട്ടിയാണെങ്കിൽ പാത്രം കഴുകി തട്ടുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. എന്തായാലും തട്ടി 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 പാത്രങ്ങൾ മിക്കതും പൊട്ടിക്കുന്നുണ്ട്. പൊട്ടിയിട്ടുണ്ട്. ഇന്നും രാവിലെ നല്ല ഒന്നാന്തരം ഒരു വസ്തി പൊട്ടിച്ച് കളഞ്ഞേക്കുന്നു. എന്ത് ചെയ്യാൻ, എടുത്ത് ദൂരെ കളഞ്ഞ്. എനിക്കാണെങ്കിൽ ഈ ഉമ്മ പാത്രം കഴുകാൻ നിൽക്കുമ്പം പൊട്ടുന്ന പാത്രങ്ങളെക്കുറിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ശരിക്കും പുള്ളിക്കാരത്തി സൂക്ഷിക്കത്തില്ല, പൊട്ടിച്ച് കളയും. ചോറ്, കപ്പ കുഴച്ചത്, വരാല് കറി, ഞണ്ട് പൊരിച്ചത്, സാമ്പാറ്, ഞണ്ട് റോസ്റ്റ്, നമ്മുടെ മീൻ ബജ്ജി, മോര് കറി. അതെല്ലാം റെഡിയാണ്. ഇവർ കഴിക്കാനായിട്ടൊന്ന് വന്നാൽ മാത്രം മതി. ഞങ്ങളുടെ ജോലിയൊക്കെ തീർന്നില്ലേ മേ? ഈ മക്കള് മധുരമുള്ള ഐസ്ക്രീമും പിന്നെ ചോക്ലേറ്റും ഒക്കെ കഴിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നതുകൊണ്ടുണ്ടല്ലോ, നമ്മൾ എത്ര തൂത്ത് തുടച്ചാലും ഈച്ച വരും. എനിക്ക് പേടി. അതുകൊണ്ട് എപ്പോഴും തൂക്കലും തുടക്കലും തന്നെയാണ് മക്കൾ വന്നതിന് ശേഷം. ഉമയും റുക്കു വന്നു കഴിഞ്ഞാൽ ഉമയായിട്ട് നല്ല രസമാകട്ടെ. ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെ കളിക്കുന്നത് കാണിച്ചു. ഒരു സ്റ്റെപ്പ് കാണിച്ചു. ഉമ്മച്ചി പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു സ്റ്റെപ്പില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലേ ഉമ്മ ചേച്ചി? അതിനൊരു ചോറൂടും കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും സുലുവും റുക്കും ഒക്കെ ഉറങ്ങാൻ കയറിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മക്കുട്ടി വീട്ടിലേക്ക് പോയി. പാപ്പായും മോനും കൂടെ അതാ ഇവിടെ കളിയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്നതല്ലേ. നമ്മുടെ കൊച്ചുമക്കൾ, നമ്മുടെ മക്കൾ വളർന്ന സമയത്തൊക്കെ പപ്പായ്ക്കെന്നല്ല ഒട്ടുമിക്ക ആണുങ്ങൾക്കും അവനവൻ്റെ മക്കളുടെ വളർച്ചകളൊന്നും പണ്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവർ സൗദിയിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരുപാട് താമസിച്ച് കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലം ഒന്നും കാണാനോ അവരുമായിട്ട് ഇതുപോലൊന്നും ഇതാകാനോ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് പടച്ചവൻ കൊച്ചുമക്കളിലൂടെയാണ് അതൊക്കെ സാക്ഷാത്കരിക്കുന്നത് അല്ലേ. നമ്മുടെ മക്കളെക്കാളും 100,000 ഇരട്ടി സ്നേഹമാണ് നമ്മുടെ കൊച്ചുമക്കളോട്. അവരൊന്ന് വഴക്ക് പറയാനോ അടിക്കാനോ സമ്മതിപ്പിക്കാത്തപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഞങ്ങളെ അടിച്ചല്ലേ വളർത്തിയത്. പക്ഷേ ശരിയാണ്. പക്ഷെ നമുക്ക് ഇവരെ ഒന്ന് വഴക്ക് പറയാനോ അടിക്കാനോ നമ്മൾ അവരെ സമ്മതിപ്പിക്കത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പാപ്പായും മോനും ഇവിടെ കളി തകർക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.